അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് നുസ്രത്ത് ഹമീദ് ഫ്രം സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? തൃക്കരിപ്പൂർ. പയ്യന്നൂർ അടുത്തുള്ള സ്ഥലമാണ്. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണോ അല്ലെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആണോ? കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് അല്ലേ? ബോർഡറായി വരും അല്ലേ ഏകദേശം? ഓക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് അക്യുപഞ്ചറിസ്റ്റിൽ നിന്ന് നമുക്ക് ആരോഗ്യജാലത്തേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലേ? മരുന്നില്ലാതെ പല രോഗങ്ങളും മാറുന്നു. എന്നാൽ ആക്സിഡൻറ്റ് പോലുള്ള പ്രയാസങ്ങൾ അല്ലെ എല്ല് പൊട്ടൽ ഇതിനൊക്കെ ശരിക്കും അക്യുപഞ്ചറിൽ എന്താക്കും? നിങ്ങൾ അങ്ങനെയുള്ള പ്രയാസം വന്നാൽ നിങ്ങൾ കുട്ടികളെ എടുത്ത് എങ്ങോട്ട് ഓടും? ഹോസ്പിറ്റലിലേക്ക് ഓടില്ലേ? എന്നാൽ മകളെ ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ്. എല്ലിന് എന്താ പറ്റിയത്? കൈക്കെന്തോ ഒരു ഡാമേജ് പറ്റിയെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി നമുക്കറിയാം. ഒന്ന് വിശദീകരിക്കുമോ? അത് മോള് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കട്ടിലിൽ നിന്ന് താഴേക്ക് വീണതാ. കട്ടിൽ ഹൈറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ചെറിയ കട്ടിലാണോ? അല്ല, ചെറുതല്ല, ഹൈറ്റുള്ള കട്ടിലാണല്ലേ? അപ്പൊ അതിൽ നിന്ന് താഴേക്ക് വീണ്. അപ്പൊ ഫസ്റ്റത്തെ ദിവസം കൈ ഒന്ന് വീക്കം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അക്യൂഷ്യലി ജോയിൻ ആയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മോളെ കാണിക്കണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഉണ്ടായത്. എന്താ പേരെന്താ മോളെ? നഫീസത്ത് മുഗ്മിന. മാഷാ അല്ലാഹ്, നല്ല പേരെന്നെ. അന്ന് പറഞ്ഞോളൂ. അങ്ങനെ എന്നിട്ട് ഇവരെ എൻ്റെ വീട്ടുകാർ, ഹസ്ബൻഡും അതുപോലെ വീട്ടുകാരൊക്കെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിർബന്ധിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോക്ക് കാണിച്ച്. അപ്പോൾ അവർ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു അങ്ങനെ അതെടുത്ത സമയത്ത് അവർ പറഞ്ഞ് കൈ എല്ല് പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും ദിവസം എന്താണ് ഇത് വെച്ചിരുന്നത്? അപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാണ് പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. അപ്പം അതുവരെ അങ്ങനെ തന്നെ നിൽക്കുക ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എന്നിട്ട് എന്താ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയോ? അപ്പോൾ അവർ ആദ്യം ഒരു മാസത്തോളം പ്ലാസ്റ്റർ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3 മാസം ബാൻഡേജ് ഇട്ടിട്ട് കൈ അനക്കാതെ വെക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടാൻ വേണ്ടിയിട്ട് എന്തോ മനസ്സിനൊരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. കുഞ്ഞു കൈയല്ലേ, അപ്പോൾ അത് നല്ല എത്രയും വലിയ വയസ്സായിട്ടുണ്ടാവും കുട്ടിക്ക്? അന്ന് ഏകദേശം ഒരു 3 വയസ്സ്. 3 വയസ്സല്ലേ? ഇപ്പോഴെത്രയായി? ഇപ്പൊ 4.5 വയസ്സ്. എന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അല്ല, അന്ന് അതിന് ശേഷം എന്ത് പറ്റി? അപ്പൊ അതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ഷുഹൈബ് സാറെ വിളിച്ച്. അപ്പൊ സാറ് പറഞ്ഞ് ഒന്ന് പേടിക്കാനില്ല. അപ്പൊ മോളെ ഒന്ന് വീഡിയോ കോൾ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോ കോൾ കണ്ട് മോളെടുത്ത് ഇങ്ങനെ കൈ അനക്കാൻ ഓരോരോ പൊസിഷനിൽ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിയ സമയത്ത് ഇവള് കൈ അനക്കുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞ് അത് വേദന ഇല്ലാത്ത പൊസിഷനിൽ 24 മണിക്കൂർ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം അത് ഓള് സ്വയം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ അവള് ആ ഒരു ഇതിൽ പിടിച്ച് അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് വരിക ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഷുഹൈബ് സാറിനെ പോയി കണ്ട് ജസ്റ്റ് ടച്ച് കൊടുത്ത് പിന്നെ അൽഹംദുലില്ലാ 21 ദിവസം ആവുന്നതിൻ്റെ ഉള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ക്യൂറായി. മോള് കൈയൊക്കെ അനക്കാനൊക്കെ തുടങ്ങി. അപ്പൊ അതുവരെ ആൾക്കാരൊക്കെ നന്നായിട്ട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞിന്റെ കൈയാന്ന്. അവര് ശരിക്കും ആൾക്കാരെന്ന് പറയുന്നത് സ്വന്തക്കാരായിരിക്കുമല്ലോ അല്ലേ? അതെ, തീർച്ചയായും. അവളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്, നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അവരെ അറിവ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. അതെ. ഈ സ്റ്റാർട്ടിങ്ങിൽ തട്ടിയ ഉടനെ അവളെ വിശപ്പിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചത്? അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വിശപ്പ് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, കാരണം ഞാൻ പഠിക്കാൻ സ്റ്റാർട്ടായതേ ഉള്ളൂ. ക്ലാസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അവന് അതുപോലെ റിസ്റ്റ് ജോയിൻറ്റ് നല്ല രീതിയിൽ പെയിനായി. അത് അവിടെ നല്ല സ്വെല്ലിംഗ് ഒക്കെ വന്ന് കൈ നല്ല വീർത്ത് വിരലുകളൊന്നും സെൻസാകുന്നില്ല. അപ്പോൾ അതിന് ഹീലിങ്ങിന് ഏകദേശം 1 മാസം എടുത്തിട്ടുണ്ടായിരുന്നു പറയുന്ന പോലെ. പിന്നെ ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ രീതിയിലും ഈ കൈ ചെയ്യുന്ന പോലെ ഈ കൈക്കും ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഫസ്റ്റത്തെ 3 ദിവസം അവന് തീരെ വിശന്നിട്ടേ ഇല്ല. അതേപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. നോട്ട് ചെയ്തില്ല അല്ലേ? ഓക്കെ. എന്തായാലും ശരീരം തെറ്റ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അക്യുപഞ്ചർ തിയറി. ശരീരത്തിന് എപ്പോഴാണോ വിശപ്പ് വരുന്ന ആ സമയത്ത് കഴിക്കാം. ഇതുപോലെ പ്രയാസങ്ങൾ വേദനകളുള്ള സമയത്തൊന്നും ഒരിക്കലും അത് ഞാൻ പനി വന്ന സമയത്ത് ഇവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പനി വരുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ അവര് ഭക്ഷണം അവര് തന്നെ സ്വയം ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. അതിനുശേഷം പനി മാറിയതിന് ശേഷമാണ് അവർ ഫുഡിനോടൊരു
താല്പര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വിശപ്പ് വരെങ്കിൽ ശരീരം പറയുന്ന സമയത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, പ്രത്യേകിച്ച് രോഗികൾക്ക്. അതെ, രോഗികൾക്കുള്ള വിശപ്പും സാധാരണക്കാർക്കുള്ള വിശപ്പും പ്രായമുള്ളവർക്കുള്ള വിശപ്പും കുട്ടികൾക്കുള്ള വിശപ്പും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിതിപ്പോൾ സമയം നോക്കി തിന്ന് ശീലമായിട്ട് വയറിലെ വിശപ്പ് നോക്കി തിന്ന് ശീലമില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഓരോ ഇമോഷൻ ടൈമിലും ചിലപ്പം വിശപ്പ് ഉണ്ടാവില്ല. നമ്മൾ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ തന്നെ ചിലപ്പോൾ 3 ദിവസം വിശപ്പുണ്ടാവില്ല. അങ്ങനെ വിശപ്പിനെ നോക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പല പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാം. മരണപ്പെട്ട ഒരാളുണ്ട്, 3 ദിവസം നമുക്ക് വിശന്നില്ല. എന്താ കാരണം? മാനസികമായ ഒരു വേദന അവിടെ കൃത്യമായി ഉണ്ട്. ഇതേപോലെ ശാരീരികമായ വേദന ഉണ്ടാകുന്ന സമയത്തും നമുക്ക് വിശപ്പുണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൂ. ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു പോയിന്റ് തന്നെയാണ് 4Gയിലെ വിശക്കുന്ന സമയത്ത് മാത്രം ആഹരിക്കുക എന്നുള്ളത്. ഇത് ഞാൻ പല സമയത്തും കുട്ടികൾക്ക് പല രീതിയിലുള്ള രോഗങ്ങളുണ്ടായിരുന്നു, അപ്പോൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായ 4G പാലിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല അസുഖങ്ങളും ഒക്കെ വളരെ കൂളായിട്ട് മാറുന്നുണ്ട്. ഇതുപോലുള്ള ആക്സിഡൻറ്റ് കേസുകൾക്കും നമ്മൾ എന്താ ചെയ്യാൻ ആരും നിൽക്കൂല എന്നുള്ളതാണ്. നിങ്ങളൊരു പഠിതാവായതിനെ കൊണ്ട് അന്ന് നിന്ന്, ഞാൻ എൻ്റെ മകനെ ചികിത്സകനായതിനെ കൊണ്ട് നിന്ന്, അല്ലെങ്കിൽ ആര് നിൽക്കാനാ അല്ലേ? ഇത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ ഈ അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ മുന്നോട്ട് വരിക. ഓരോ കുടുംബത്തിലും നല്ല നല്ല വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അക്യുപഞ്ചർ രീതിയിൽ ജീവിക്കാൻ വളരെ സുഖമായി കഴിയും. അല്ലാത്ത രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ വളരെ പാർശ്വഫലങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അത് വലിയ രോഗത്തിലേക്കും നിങ്ങൾ വന്ന മാതിരി മാറാ രോഗത്തിലേക്കൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തിരിച്ചറിവിലേക്ക് വരാൻ ഹൃദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.